ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോകൾക്കകത്തൊക്കെ ഈ സത്യവേദ പുസ്തകത്തിനകത്ത് ചില തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടാനിടയായി എന്നറിഞ്ഞതിൽ ഖേദിക്കുന്നു. ആമുഖമായി പറയട്ടെ, യഥാർത്ഥ സത്യവേദ പുസ്തകത്തിനകത്ത് തെറ്റുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് തർജിമ ചെയ്ത് മലയാളത്തിലേക്ക് വന്ന ശേഷം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സത്യവേദ പുസ്തകം എന്നിറക്കിയ പുസ്തകത്തിൽ തർജിമകൾക്കകത്ത് ധാരാളം മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തർജിമകൾക്കകത്ത് വ്യത്യാസം വന്നെങ്കിൽ ഏതാണ്ട് 1950-കളിലോടുകൂടിയൊക്കെ അച്ചടി വിദ്യ പ്രായോഗികമായെങ്കിൽ അതിനകത്ത് വന്ന തർജിമകളുടെ മിസ്റ്റേക്കുകൾ, ഒന്നാമത്തെ കാര്യം, അന്നത്തെ കാലത്ത് മലയാളത്തിൽ വാക്കുകൾ വളരെ കുറവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള ഭാഷയ്ക്ക് മറ്റ് ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ വാക്കുകൾ കുറവുണ്ട്. രണ്ടാമത്, മലയാളത്തിൽ ഉപയോഗിക്കുന്നതിൽ അനേക വാക്കുകൾ തനി മലയാളം വാക്കല്ല. ഉദാഹരണം പറഞ്ഞാൽ മേശ ഹിന്ദി വാക്കാണ്, അത് മേശം എന്നായതേ ഉള്ളൂ. ശരിക്കും സംസ്കൃത വാക്കാണ്. ടീപ്പോയി അത് ഇംഗ്ലീഷ് വാക്കാണ്. അതിന്നും നമുക്ക് മലയാളികൾക്ക് അത് തന്നെ അറിയാവുള്ളൂ. പിന്നെ ഗ്ലാസിൻ്റെയൊക്കെ തനി മലയാളം എന്താണെന്ന് മലയാളിക്ക് പോലും അറിയത്തില്ലെന്നുള്ള സത്യം. സ്പൂണ്, ഇങ്ങനെയൊക്കെ ഒത്തിരി വാക്കുകൾ. ബസ്, ഓട്ടോ, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറിജിനൽ മലയാളം വാക്കുകളല്ല. അപ്പോൾ വാക്കുകളുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിന് ചെയ്തത് കാലാന്തരത്തിൽ ചെയ്യേണ്ടിയിരുന്നത് കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിരുന്നു എന്നത് ചെയ്യാഞ്ഞതുകൊണ്ട് ഇന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കുന്ന സത്യവേദ പുസ്തകത്തിൽ ഒരു മാന്യമായ തെറ്റുകൾ ആ തർജ്ജമയ്ക്കകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്ത് മാത്യൂസ് വർഗീസ് എന്ന ഒരു സ്നേഹിതൻ, ഒരു സഹോദരൻ ഒരു ബൈബിൾ ഇറക്കിയിട്ടുണ്ട്. അതിനെ വിശുദ്ധ സത്യവേദ പുസ്തകം എന്നാണ് പറയുന്നത്. അതിനകത്ത് കുറേ കൂടിയൊക്കെ തെറ്റുകൾ ഒഴിവായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരാശയം. അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവിക ആരാധനയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്താണ് ദൈവിക ആരാധന? ഈ കാണുന്ന ചാട്ടലും തുള്ളവും ബഹളവും തിരിഞ്ഞും മറിച്ചിലും ഒക്കെ ആണോ, അതോ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലുമാണ് ശരിക്കും കാണുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന ഒരാരാധനയുടെ ഭാഗമാണ്. 4 ജീവികളിൽ ഓരോന്നിനും 6 ചിറകും ചുറ്റിലും അകത്തും നിറയെ കണ്ണുകളുമുണ്ട്. അവരാപ്പകൽ ഇടവിടാതെ, ഇതൊക്കെ ഈ കെരൂബുകളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. നമ്മളതിനെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തപ്പിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഈ കെരൂബുകൾ വിളിച്ചു പറയുകയാണ്. അതിനകത്ത് എങ്ങനെ എഴുതിയേക്കുന്നത്? ഇരുന്നവനും 8-ാമത്തെ വാക്യം, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. അങ്ങനെയാണ് ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയ പുസ്തകത്തിൽ അങ്ങനെ എഴുതുമ്പോൾ NIV-ക്കകത്ത് ഇത് ഇങ്ങനെ എഴുതുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനുള്ളവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
ഈ ആയിരുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന ഭാഗത്താണ് ആയിരുന്നവൻ. അത് നേരെ തിരിച്ച് ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും അതിനൊക്കെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആയിരുന്നവനും, ഇത് നമ്മൾ സദൃശവാക്യം 8-ാം അധ്യായത്തിലൊക്കെ വ്യക്തമായിട്ട് കാണുന്ന ഭാഗമാണ് ആയിരുന്നവൻ. വരുന്നവനുമായ അല്ലെ വരുവാനുള്ളവനായ, അത് നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ വരവെങ്കിൽ വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഈ കെരൂബുകൾ വിളിച്ചു പറയുക, സെറാഫുകൾ വിളിച്ചു പറയുക, ആയിരുന്നവനും, ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നവനും, വചനമായിരുന്നവൻ, ദൈവമായിരുന്നവൻ, കൊളോസ് ലേഖനം പറയുന്നത് പോലെ സകലതും സൃഷ്ടിച്ചവൻ, അതിന് അധികാരമായവൻ, സകലത്തിനെയും പരിപാലിക്കുന്നവൻ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ഇവർ വിളിച്ചു പറഞ്ഞപ്പോൾ 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ച്. എന്നേക്കും ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു മരിച്ച് ഉയർത്തതുകൊണ്ട് ഇനി അവൻ്റെ മേൽ മരണത്തിന് അവകാശമില്ലാത്തതുകൊണ്ടും അവൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു എന്ന് കിടക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് എഴുതിയേക്കുന്നു, വീണ് നമസ്കരിച്ച്, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. എന്തെന്നാൽ അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വീണ് നമസ്കരിച്ചു എന്നാണ്. ഇതിനകത്ത് ആംപ്ലിഫൈഡ് വേർഷനിൽ ഇതിനകത്ത് എഴുതിയേക്കുന്നത് പ്രോസ്ട്രേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നീണ്ട കമഴ്ന്ന് അടിച്ച് വീണ് കിടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ദേശത്തെ മറ്റ് മതങ്ങളുടെ ആരാധനകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അവർക്കിത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടില്ല. ഇനി വെളിപ്പാട് പുസ്തകം 5-ന്റെ 11, 12, 13, 14 വായിച്ചേ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 4 ജീവികളും ഇതിനകത്ത് എഴുതിയേക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും, അപ്പോൾ പിതാവിനും പുത്രനുമായി എന്നും എന്നേക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പാടുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ വീണ് നമസ്കരിച്ചു. ഇത് രണ്ടാമത് പറയുന്നു. വെളിപ്പാട് പുസ്തകം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വായിച്ചേ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അതായത് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, വെളിപ്പാട് പുസ്തകം നമ്മൾ വ്യക്തമായി നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് വീണ് നമസ്കരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതാണ് ശരിക്കും ഈ 3 വചനഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകം 4-ന്റെ 8 മുതൽ 11, വെളിപ്പാട് പുസ്തകം 5-ന്റെ 11 മുതൽ 14 വരെയും, വെളിപ്പാട് പുസ്തകം 7-ന്റെ 10 മുതൽ 12 വരെയും നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇത് ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറയുന്ന ജനത്തിന് ഇത് മനസ്സിലായിട്ടില്ല. വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് വേണ്ടി പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്
കൊറിന്ത് ലേഖനത്തിലേക്ക് എടുത്തെഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റു. സത്യത്തിൽ ഇന്ന് വിശ്വാസലോകത്ത് നടക്കുന്നത് അതാണ്. അവർ തിന്നാനും കുടിക്കാനും ഇരിക്കുന്നു, കൂത്താടാൻ എഴുന്നേൽക്കുന്നു, അവർ ചാടിത്തുള്ളി മറിഞ്ഞ് ഒരു വയസ്സോടെ പോകുന്നു. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്ന വ്യവസ്ഥയിലുള്ള ആരാധന ഇതാണെന്ന് മനസ്സിലാക്കി ഇത് ചെയ്യാതെ, ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വർഷിപ്പ് ലീഡർമാരുടെയും ഈ പാട്ടുകാരുടെയും കീബോർഡുകാരുടെയും ഒക്കെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ പോകും. ആത്മീയരായ വ്യക്തികൾക്ക് ആത്മീകമായി ദൈവത്തെ ആരാധിക്കാൻ ഏറ്റവും പ്രധാനമായി വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്ന മാതൃകയായത്. ഇത് നമ്മളുടെ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവിക ആരാധന എന്ത്, ആത്മീകമായ ആരാധന എന്ത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 3 വാക്യങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ, കർത്താവെ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഗ്രഹിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഇത് കൃത്യമായി കയറി ചെല്ലട്ടെ, ഉറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. കർത്താവെ, ഇത് ഗ്രഹിച്ച് ഇതിനനുസരിച്ച് ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ചുറ്റുവട്ടത്തേക്കൊക്കെ കണ്ണോടിച്ച് മുന്നോട്ടുള്ള വീഡിയോകളും കണ്ട് ശ്രദ്ധിച്ച് ഇത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, ഹൃദയം തുറന്നു കൊടുക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.